ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാല് റൂബേബിനെ ഡേക്കറിലാക്കിയിട്ട് അപ്പു വന്നപ്പോൾ എനിക്കൊരു 8ന്റെ പണിയായിട്ടാ വന്നത്. മീനിന്റെ തലയും തലക്കറി വെക്കാൻ വേണ്ടി. പിന്നെ അത് പറയാ. അപ്പൊ നമ്മ അതിനെപ്പറ്റിയുടെ സംസാരിച്ചോണ്ടിരിക്കണായിരുന്നു. വിശ്വാസല്ലേ? നമ്മ രാവിലെ റുവാപ്പിനെ ഡേ കെയറിലോട്ട് ആക്കാൻ വേണ്ടി ഡേ കെയറിലോട്ട് പോകാൻ വേണ്ടിട്ട് വാല് തുറന്നപ്പോഴാണ് നമുക്ക് അപ്പുവിനെ ഷുഗറാക്കി സംഭവം. ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക് വിശ്വസിക്കണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കണം. ഞാൻ പറയാ പറ്റിയ ആൾക്കാരെ മണ്ടന്മാരാക്കാൻ ഞാൻ പണ്ടൊന്നും അങ്ങനെ എനിക്കിതിന് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ചെറുതായിട്ട് വിശ്വാസം. പണ്ടൊന്നും എനിക്ക് എത്ര തോന്നില്ല. എന്ത് വെച്ചിട്ട് പോയതാണ് അത്. ഒരു തകിടും പിന്നെ ഒരു പച്ച എന്താണ് ഒരു കുപ്പിയിലൊക്കെ വാനുണ്ട്. അത് കണ്ടു ചെയ്തവരങ്ങോട്ട് ചെയ്യും. മരിച്ചിട്ട് കവറിൽ കിടക്കണ്ടേ ഇവരൊക്കെ ചെയ്തവര്. അപ്പൊ ചെല്ലി കാണിച്ചോളാ. ഇനിയിപ്പോ ചെയ്തവർക്ക് അങ്ങനെ എണ്ണാണം പറ്റിയ ചെയ്തവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ തെറിച്ചോറുണ്ടല്ലോ. അപ്പൊ അത് ചൂടാക്കിട്ട് അപ്പ് കഴിച്ച്. അപ്പൊ കഴിക്കാൻ പോണ് കഴിച്ചു. സന്തോഷത്തിൽ കണ്ടപ്പോ ഇതെന്താ സംഭവം? ഇതെന്താ രാവിലെ കിട്ടിയപ്പോ സംഭവം ഇതെന്താ സംഭവം? നമുക്ക് ഇത് ആരോ കൊളാബേനയച്ചെന്ന് ഇവള് പറയുന്നത്. വാതല്ല മറ്റേ തുറക്കണ ഹാങ്കറിൽ ഒരു തകിടും വെച്ചേക്കുന്നു. മനസ്സിലായ കൂടോത്രോന്നുള്ളത് ഞാൻ നല്ലതാണ്. കാലത്ത് മണ്ടന്മാരാണ് അതൊക്കെ ചെയ്യാം. എനിക്കറിയാം ബ്ലാക്ക് മാജിക് എന്താണ് ഏതാന്നൊക്കെ ഉള്ള. ഞാൻ അതിനെ പറ്റിയൊക്കെ ഇതാക്കിയിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്. ഇതിനെ പറ്റിയുള്ള വിശ്വസിക്കണം. പടച്ചോനാണ് വലുത്. പക്ഷേ ഏതൊരു നബിക്ക് ചെയ്തിട്ട് നബിക്കായിട്ടുണ്ട് നബി പറയുന്നുണ്ട്. അത് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അതൊന്നും വേണ്ടി നിൽക്കണ്ട. നമ്മളിപ്പോ എന്തായാലും നശിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാര് നശിപ്പിക്കട്ടെ. നമ്മ വേണ്ടി നിൽക്കണ്ട. ഇപ്പൊ പറഞ്ഞേ മുട്ടത് വെച്ചിരിക്കാം. മുട്ട വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഓംലേറ്റ് അടിക്കാന്ന് എന്നോട് ഇത് വെച്ചിട്ട് ഒരു പച്ച തുണിയില് എന്തോ ഒരു കുപ്പി ഉണ്ട് അതിന്റെ അകത്ത്. നമ്മ തുറന്നു നോക്കിയില്ലേ? ഇപ്പൊ തുറന്നു നോക്കിയാലേ നമുക്ക് അതിന് വലിയ പ്രശ്നമാവോ? വേറെ വേഷം കൊടുത്തിരിക്കണം കാണിച്ചില്ലേ? അതിലൊരു പച്ച കുപ്പിയാണ് അതിന്റെ അകത്തിരിക്കുന്നത്. നോക്കിയപ്പോ പ്രശ്നമാവോ തുറന്നു നോക്കിയാല്? നിനക്കല്ലേ വിശ്വാസം? നീ തുറക്ക്. അടുക്ക്. ഞാൻ രണ്ടു നേരം വിളിച്ചു ഇതെന്താ സംഭവം ഇപ്പത്തെ കാലത്ത് ആരാണ് വിശ്വസിക്കുന്നത്? ഇപ്പത്തെ കാലത്തല്ലേ പണ്ടെനിക്ക് അവളെ കള്ളന്മാരായിട്ടുള്ള മനുഷ്യന്മാരെ മണ്ടന്മാരാക്കണ ഈ കൂടോത്ര ആളുമാറി വീട് വെച്ചോണേ. വീട് മാറിയ ആൾക്കാരോട് വിളിച്ചോണം. സോറി ടെൻഷനാണ് ഗൈസ്. ഉള്ളിലാണ് ടെൻഷനിലാണ് ഗൈസ്. അതാണ് വീട് മാറി വിളിച്ചോണില്ല. പക്ഷെ അത് അറബിയിലാണ് എഴുതിയേക്കണം. ഇവിടെ ഉള്ള ഞാൻ നോക്കിയത് ഞാൻ ഇത് നോക്കിയത് അയ്യോ എനിക്ക് തലകൂടി പാദവാസിലാണ്. കുറച്ചു ഞാൻ പാദവാസിലാണ് ഗൈസ്. കാണിച്ചു കൊടുക്കുക ആൾക്കാരറിയണം. ഒരു കമന്റ് ചെയ്തു അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഈ സാധനം ഇതെന്തോ പറ്റിയേ ഇവക്കെന്തോ കൊളാബിന്റെ ഐറ്റം ഡെലിവറി ഒന്നുമില്ല. രാവിലെ ഫസ്റ്റ് കാണിച്ചിട്ട്
റച്ചു നാളെ മറ്റേ കളവൊക്കെ ഇട്ടിട്ട് ഫ്രണ്ടിൽ മണിയൊക്കെ അടിച്ചിക്കോ നമുക്ക് വിശ്വാസമില്ലാത്ത നമ്മ ആ ഒരു സ്പിരിറ്റിൽ എടുത്തോളൂ നമ്മ അത് ഇപ്പോഴത്തെ നമ്മ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. വിളിച്ചു ചോദിച്ചപ്പോ ഓരോരുത്തർ പറഞ്ഞു നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതെന്ന്. നമ്മൾ എന്ത് നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇനി എന്ത് നശിക്കാൻ മറ്റേ ഇതിന് പറക്കുമ്പോഴെങ്കിലും പറഞ്ഞ നല്ല പറ്റിയെടുത്തില്ല നിങ്ങൾ വന്നത്. അതേപോലെ എന്ത് നശിയാനോടാ ഇവിടെ ഒന്നും നശിയാനില്ല. ഞാൻ എടുത്തിട്ട് പോടാ നോക്കി കാണിച്ചു കൊടുക്കുക എന്ത് സാധനം ഒന്നും എനിക്കറിയില്ല. ടേബിൾ കാണൂല, ടേബിൾ കാണില്ല ടേബിൾ മോള് മറ്റേ അത് കാണാൻ മറിഞ്ഞു പോരാ. ഇപ്പോൾ തീരെ വിശ്വാസമില്ലാട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മുണ്ടാണ് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല ഈ ബ്ലാക്ക് മാജിക് ഒന്നും. പക്ഷെ എനിക്ക് ചെറിയ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അനുഭവങ്ങളോടെ ചേർത്ത് പഠിക്കാം. അതിൽ ചെറിയ വിശ്വാസമൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിടെ അതുകൊണ്ടല്ലേ ഇപ്പൊ അതൊക്കെ കൊണ്ടിരും. ഇപ്പോഴില്ല വാപ്പിക്ക് തീരെ വിശ്വാസമില്ല. വാപ്പിക്ക് അങ്ങനത്തെ ഇതൊന്നും അടുത്ത കാലത്ത് നിങ്ങളെ പണി കൊടുക്കാം. ഇതാണ് സാധനം. റച്ചു പറയണേ ഞാൻ പറഞ്ഞു തുറന്നു നോക്കാന്ന് പറഞ്ഞു. ഇപ്പൊ തുറന്നു നോക്കല് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യും എന്താ നോക്കട്ടെ. പൊട്ടിത്തെറിക്കണോ എന്റെ തലയോട് വെറുതെ പോകണ്ടേ. അറിയാൻ പറ്റും. ഇതെന്ന് പ്ലാസ്റ്റിക് മിഠായിലുണ്ടാവും. ഉള്ളിൽ തകിട് അത് വൃത്തിയായ എന്താ ഇരിക്കണം നമുക്ക്. എന്താ നമുക്ക് ചാച്ചി ഇട്ടുകൊണ്ടിരിക്കാം. പണ്ടേ എട്ടാമത്തെ കിട്ടിയെന്നാ ആദ്യത്തിലെ കിറ്റ്കാറ്റിന് എല്ലാം മാഷായിട്ട് ഉണ്ടാവുന്. പടച്ചനോട് പോലെ തന്നെ ചെയ്താനുണ്ട്. എനിക്ക് അങ്ങനത്തെ വിശ്വാസം. അപ്പൊ എല്ലാരും ഇതാണ് സംഭവം. ഇവിടെ അതാണ് സംഭവം. വേറെന്താ ഉണ്ടായാലോ സംഭവം. അവന് അങ്ങനത്തെ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ തുറന്നേരം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞു എടാ നീ തുറക്കല്ലേ, നീ കിറ്റ്കാറ്റിന് കവർന്നൊക്കെ പറയാം. എനിക്ക് അതിനെ പറ്റിയ വിശ്വാസം. അറബിയാണ് മൊത്തം കേസ്. അറബി ഇതേ കാണിച്ചത് ഞാൻ രാവിലെ ഇവള് കാണിച്ചപ്പോ തന്നെ ഞാൻ ചാറ്റ് ജിപിയോട് ചോദിച്ചാണ് ഇതൊക്കെ എന്താ. എനിക്കിതിൽ വിശ്വാസം ഉണ്ടാന്ന് വെച്ചാ വിശ്വാസം ഇല്ലായ്മ നമുക്ക് അറിയില്ലല്ല. നമ്മള് ഒരു ബിസിനസ് തോട്ടാ കൈസ് ഒരു പീസിന്റെ മനസ്സിലെന്താണ് ഇങ്ങനെ എന്താണ് ബ്ലാക്ക് മാജിക് ചെയ്ത് നമ്മളെ നശിപ്പിക്കാനുള്ള കഴിവുള്ള മനുഷ്യരുണ്ടെന്നാണ് ഇക്കാകനെ മനസ്സിൽ ഉണ്ടോ. അല്ലാണ്ട് പിന്നെ ഏത് മനുഷ്യന്മാർക്കാണ് അങ്ങനത്തെ കഴിവ്. നമുക്ക് എത്ര ദിവസമായി സുഖമില്ലാണ്ടൊക്കെയായിട്ടെന്നറിയോ. ഞാൻ അപ്പോഴും എന്താണ് അപ്പൊ കുറച്ച് വയ്യണ്ടായപ്പോ തന്നെ പറയും എന്തോ തുറക്കാൻ വേണ്ട തുറന്നു നോക്കിയാ എന്താണ് തുറക്കാൻ പാടുന്നു. എനിക്കറിയില്ലാട്ടോ. ഇപ്പൊ തുറക്കണ്ടടാ കളയാ കൂട്ടാരെ പറഞ്ഞു പുഴക്കളഞ്ഞ കടലില്ല ലാസ്റ്റ് കൊണ്ട് പുഴയെ കളയാൻ പുറത്തോടാ വേണ്ടിപ്പൂ കളഞ്ഞ തുറക്കട്ടെ. എടാ ലാസ്റ്റ് ആവല മയ്യത്താവട്ടെ വെച്ചു സത്യായിട്ട് ഇവൻ തുറക്കും. എവിടെ നോക്കട്ടെ അല്ലേ ഇവൻ നോക്കുമ്പോ ഇവനിക്കല്ലേ കിട്ടണം. അത് ഇഷ്ടം പറഞ്ഞ കേട്ടോ ഗൈസ്. നോക്കുമ്പോ അകത്ത് കിറ്റ്കാറ്റ് കൊറേ ഇല്ലടാ എന്തുണ്ട് അതിലെന്തോ കുപ്പി എന്തുകൊണ്ടാ കുപ്പി വെറുതെ തമാശ പടച്ചുള്ള പോലെ തന്നെ ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ ഏതോ നീ തന്നെ ബോഡി നീ എന്തിനാണ് പേടിക്കണ. തുറക്കട്ടെ അവന്റെ തല പൊട്ടിക്കണ പൊട്ടല്ലേ ഗ്യാസൊക്കെ തുറക്കുമ്പോ തന്നെ തീ നേരം ഇതിന്റെ അകത്തോടെ ഗ്യാസ് തമാശകളെ ഇതിലൊക്കെ സത്യങ്ങളൊക്കെ ഉണ്ടോ. അല്ലാണ്ട് വേറെ ആർക്കാണ്ടി കഴിവുള്ള മറ്റുള്ള നെഗറ്റീവ് എനർജി നീ സിനിമ കണ്ടിട്ടാ സിനിമ
ഇക്കാകെ റച്ചുമൂടി രാത്രി നമുക്ക് അത്യാവശ്യം നല്ല സെറ്റപ്പ് ചെയ്ത് നല്ലൊരു ഷോപ്പ് നമുക്ക് കാറ് നമുക്ക് സ്വന്തമായിട്ട് വീട് പിന്നെ നമ്മ ഇങ്ങനെ നെഗറ്റീവ് എനർജി ആണെന്ന് എല്ലാവരും പറയണ പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ല ആ ടൈമില് കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം അല്ലേ കാറും കാര്യങ്ങളും നമ്മൾ രണ്ടു കാറിലൊക്കെ നല്ല കാറിലൊക്കെ നെഗറ്റീവ് എനർജി ആണെന്ന് പറയണ വിശ്വസിക്കാം നമുക്ക് പേടിയായി എന്ന് വെച്ചാൽ വീടിന്റെ വാതൊക്കെ ഇങ്ങനെ ഒരാൾ അറിയണം പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തേക്കണം. അതല്ല ഇവൻ എപ്പോഴും പറയാം പൊടിയൊന്ന് അള്ളാനെ വിശ്വസിച്ചാൽ മതി. നമ്മ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളിൽ വിശ്വസിക്കരുതെന്നാണ് ഞാൻ പറയണത്. അതല്ലാന്ന് ശരിക്കാണ് മണ്ടത്തരം. എന്റെ തലയിൽ പൊട്ടിത്തെറിക്കണെങ്കിൽ ഇവിടെ പൊട്ടിത്തെറിക്കും. തലക്കറിയൊക്കെ ഇവിടെ തല അപ്പത്ത് എന്താണ് കാണിച്ചേ രാവിലെ എന്താണ് എന്താ പേര് ഇത് എന്താണ് എന്റെ പേര് മറന്നു എന്താടാ എന്താ എന്തോ പറഞ്ഞല്ലേ ഇപ്പൊ ചെമ്പല്ലിയാ അതിന്റെ പേരെന്താ നിക്കുക പിന്നെ അതിനുള്ളിൽ അപ്പൂന്റെ കസിന്റെ ഹസ്ബൻഡ് അളിയൻ ഇന്നലത്തെ ഇങ്ങനെ പടിയാണോ വെച്ചത് ഇറച്ചിച്ചോറ് അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചത്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ലട്ടാ ഉച്ചയായിട്ട്. ചോറുണ്ടായി അപ്പൊ അത് മുട്ട പുഴുങ്ങി ഉച്ചക്ക് പിന്നെ ഹെവി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാം. അരുന്ധതിൽ കൊച്ചു പേടിപ്പിക്കാൻ എന്തെങ്കിലും സ്റ്റാപ്ലറൊക്കെ ഡിഷിച്ചിട്ട് നോക്കി സാധനം നോക്കി സ്റ്റാപ്ലറൊക്കെ ഉണ്ടിട്ടാ ക്രിസ്ത്യൻസ് ഹിന്ദുക്കളാണ്. ഇത് അറബിയിലാണ് എഴുതിയേക്കണല്ല. തലച്ചോറൊക്കെ പുറത്തു ഞാൻ ഇതിന്ന് ഇറച്ചിച്ചോറിലൊക്കെ വീണ് രാവിലെ തൊട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. ആലോചിച്ചിരിക്കല്ലേ ഞാൻ ഇപ്പൊ ചിന്തിക്കണം ഇപ്പൊരു ഇത് പൊട്ടിക്കണ പൊട്ടിത്തെറിച്ച് ഇറച്ചിച്ചോറിലൊക്കെ തലച്ചോറ് ഞാൻ അതിന്റെ അകത്ത് വേറെന്തോ എന്താ ഉപയോഗിതാവുന്നത് എടാ വേണ്ട എന്താടാ അതിന്റെ അകത്ത് വേറെ നോക്കട്ടെ എന്താ നോക്കട്ടെ ഇത് അറബിയിലെന്ന് നോക്കാലേ വേണ്ട മതി നമുക്ക്. എടാ അറബിയിലാണ് തലറങ്ങണം തലറങ്ങണെന്നൊക്കെ പറയണ്ട്. അല്ല ഹയവാന അജുവാനൊക്കെ പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിലോ ഹയവാന രാത്രി നോക്കുമ്പോ എനിക്കൊന്നും വെള്ള കമന്റ് മറ്റേ ആൾക്കാരെ ആൾക്കാർ എന്ത് അവരോട് നമ്മുടെ വീടൊന്നും അറിയാതെ ഇത് കാര്യമുണ്ട്. നമ്മുടെ വീട് അറിയില്ല അല്ലേ? അറബിയിലും ക്രിസ്ത്യൻസ് ആണ് ഇവിടെ ഏരിയ മൊത്തം ക്രിസ്ത്യൻസ് ആണ്. മുസ്ലിംസ് ഉണ്ട് ഇവിടെ. നമ്മളറിയണ ആരും ഇവിടെ. നമ്മളറിയണ ആൾക്കാരും അവരൊന്നും അങ്ങനെ ചെയ്യാനില്ല. അവരിപ്പോ നമ്മളെ ചെയ്യണം. റുവാപ്പിന്റെ ഡേക്കായിരുന്നു ഇവിടെ ഇറക്കുമ്പോഴാണ് ഞാൻ വാതിൽ തന്നെ ഉറക്കണത്. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പോ റുവാപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടി ഇറക്കിയപ്പോഴാണ് സംഭവം കണ്ടത്. എടാ വേണ്ടി പോ നമുക്കത് വൈകിട്ട് നമ്മ പുഴയെ കളയാ. നമ്മളെ തുറക്കാൻ സമ്മതിച്ചില്ല. എനിക്കെന്തോ പേടി. അവനിക്ക് പേടിയില്ല. എനിക്ക് പേടിയുണ്ട്. വയസ്സ് എനിക്ക് ജീവിക്കണോന്നൊക്കെ ഉണ്ട്. നമ്മളിപ്പോ സമ്മതിച്ചില്ല. പുറത്ത് ഞാനിങ്ങനെ ഇൻസ്റ്റയിലെ ഇതേപോലെ തുറന്നിട്ട്
കമന്റ്സ് ഒക്കെ കണ്ടാണ് ആ ചെക്കന്റെ പുറകെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയുമെന്ന് ഇതിൽ വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ എന്താണ് സംഭവം ശരിക്കും എന്നുള്ളത്. എനിക്ക് വിശ്വാസമില്ലാട്ടാ. എനിക്ക് വിശ്വാസം ഉണ്ടായില്ല. പിന്നെ പറഞ്ഞത് വിശ്വാസമുണ്ട്. വേണ്ടെന്ന് അതല്ലേ പറഞ്ഞത്, പൊട്ടിക്കണ്ടെന്ന്. പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ കാണിച്ചിട്ടില്ല. വേണ്ട വേണ്ട വേണ്ട, പേടിയാണെന്നോളത്തോളം. എടാ നിന്നെ ട്രാപ്പ് ആക്കണേണ്ടാ. എടാ ഇല്ല, ഞാൻ ഇൻസ്റ്റ സ്റ്റോറി കണ്ടിട്ടുണ്ട് ഇങ്ങനെ. വെറുതെ നോക്ക എന്താണോ നമുക്ക് അങ്ങനെ കേക്കോ. പക്ഷെ ഞാൻ പൊട്ടിക്ക് എന്താണ് ബ്ലാക്ക് കളർ ഇപ്പൊ എത്ര പേരുടെ പൊട്ടിച്ചു നീ? എന്താ അഞ്ചാളുണ്ട് നീ ഓരോന്ന് പൊട്ടിക്കുക. അയാൾ വൈറ്റ് പേപ്പറിൽ എന്താണല്ലോ നോക്കാം. ചാറ്റ് ജിപിടി ചോദിക്കാം. ഉപയോഗിക്കാൻ അറിയില്ലേ? അങ്ങനെ കളയാം. എന്താ പിന്നെ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് മര്യാദക്ക് പറഞ്ഞ ആ ചെക്കനോട് പൊട്ടിക്കടാ പൊട്ടിക്കടാന്ന് കാലിടിച്ചെന്ന് പറഞ്ഞിട്ടേ പൊട്ടിക്കടാ. ഇതിലൊക്കെ ഇപ്പത്തെ കാലത്ത് ആര് വിശ്വസിക്കാനാണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളാണ് അറിയണ്ടവരെന്നെ കമന്റ് പിള്ളേരാട്ടോ ഇങ്ങനത്തെ കണ്ടുപിടിക്കാൻ. ഞാനും കാര്യം കൂടി ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടൊന്നും കേൾക്കണം. അവർക്ക് വിശ്വാസമില്ല, പൊട്ടിക്കുന്ന പറയണം. രാവിലെ ഡിസ്കഷനാണ്. രാവിലെ എണീച്ചിട്ട് ആരായിരിക്കും എന്തായാലും വ്ളോഗ് എടുക്കും. അപ്പൊ അതിൽ നിങ്ങളെ കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. അറിയണവരുണ്ടോ? എന്തോ അത്തറാണ് അത്ര എവിടെ എന്താടാ ചോര എവിടെ നോക്കട്ടെ. കാര്യം പറഞ്ഞു ചോര 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 പണ്ടര വീഡിയോ അത്ര മുമ്പിലൊക്കെ ചോരയൊക്കെ തേച്ചിട്ട് ഫ്രണ്ടിലാ ഇതിൽ റൗണ്ടിൽ ചോര. അത്തറില്ല സ്മെല്ല് അടിക്കണ്ടോ? ബാഡ് സ്മെല്ല് അടിക്കുന്നുണ്ട്. തിരിച്ചു വെക്കാം. എനിക്കല്ലേ വേടായി തിരിച്ചൊക്കെ അറബിയിലെന്തോ എഴുതിയിട്ടുണ്ടോ? എന്താ പേടിപ്പിക്കുന്നത്? മനുഷ്യന് പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഇതെന്താണത്? ഈ സാധനം നോക്ക്. എന്താണത്? നോക്കിയേ ഗൈസ്, അരി ചോരയൊക്കെ മാറ്റി മതി. എന്ത് പണ്ടാണ് എന്നാ തിരിച്ചു വെച്ചാ വല്ല കള എടുത്തിട്ട് എനിക്ക് വേടായി. ചോരയൊക്കെ ഉണ്ട്. ഒരു സ്മെല്ല് അടിക്കണല്ലേ? ഭയങ്കര സ്മെല്ല് അടിക്കണം. ഞാൻ പറഞ്ഞല്ലേ തുറക്കണ്ടെന്ന്. മയ്യത്തിന് ഓണല്ലേ മയ്യത്തിന് ഓണം അടിക്കല്ലേ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഐറാപ്പി അപ്പത്തേക്ക് എണീറ്റ് സ്വപ്നം കണ്ട പോലെ നടന്നൊരു ഫീല് മനസ്സിലായി. ഇങ്ങനെ നാരങ്ങ പിടിച്ചിങ്ങനെ ഒരണക്ക നാരങ്ങ പിഴിഞ്ഞതാണ് കേട്ടോ. പിഴിഞ്ഞ് അതിന്റെ ചണ്ടെടുത്ത് മുല്ലപ്പൂ ഇതിന്റെ ഇത് മുല്ലപ്പൂ ഡിയോ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇത് കൊടുത്തേക്കണം. ഫോൺ നമ്പറൊക്കെ ഉണ്ടായില്ല. പൊട്ടിച്ചപ്പോ ആരെയും വിളിച്ചു പൊട്ടിക്കണ്ടാർന്നടി പൂന്നു പൊട്ടിക്കുന്ന ഗൈസ് ഒരുപാട് പേരുടെ റെഫറൻസിന് ശേഷം ചോറുള്ള കുപ്പി ഇങ്ങനത്തെ പച്ചത്തകടും കണ്ട നേരെ കടലിൽ കൊണ്ടേ കളയണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്തായാലും പുറത്തോട്ട് കൊണ്ട് അപ്പോൾ ഇത് കടലിൽ കൊണ്ടേ കളയാമെന്ന് എല്ലാവരും പറഞ്ഞു.
എല്ലാവരും പറയണ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും വേറെ ഉണ്ടാ നോക്ക് വീടിൻ്റെ സൈഡിൽ മുട്ട അങ്ങനെ എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടോ നോക്ക്. ഞാൻ ഇവിടെ ആ കോഴികളൊന്നും ഇല്ല. കാരണം നമുക്കിത് നമ്മിതൊരു കണ്ടാരണം ഇതാക്കിയതാണ്. വലിയൊരു സീനാക്കണ്ട നീ. എനിക്ക് പുഴയിലല്ലെങ്കിൽ കടലിൽ കളയാൻ പറ, ഒഴുക്കുള്ള വെള്ളത്തിൽ കളയാൻ പറ. ഇത് കൊണ്ടുപോയിട്ട് അതിനെ പൊട്ടിച്ച് എല്ലാവരും പറഞ്ഞു നിങ്ങൾ പൊട്ടിച്ചത് ഭയങ്കര അബദ്ധമായി പോയി, നിങ്ങൾ എന്തിനാ പൊട്ടിച്ചത്, പൊട്ടിക്കാൻ പാടില്ല, അതിൽ എന്തൊക്കെ സാധനം ഉണ്ടാവും, ജിന്ന ചെയ്ത്താൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. നമ്മളൊന്നും വലിയ കാര്യമാക്കിയില്ല. എന്നാലും എനിക്ക് പേടിയുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് പേടിയുണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന്. കളഞ്ഞിട്ട് അപ്പൊ അമ്മേനെ വലിയ കാര്യമാക്കണമെന്നില്ല കേസ്. അപ്പൊ ഫിഷ് ഇപ്പൊ കഴുകി ക്ലീൻ ആക്കി ഇപ്പുറത്ത് മറ്റേ പൊരിക്കാൻ വേണ്ടി കൊണ്ടിട്ടുണ്ടാവില്ല, അത് എല്ലാം മാരിനേറ്റ് ചെയ്ത് ഇനി കറി വെക്കാനുള്ള മസാലകളൊക്കെ അപ്പം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കറി വെക്കട്ടെ. അപ്പം ചോറ് വേണ്ടാന്ന്, ഇടിയപ്പം പുട്ടാൻ മതിയാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് ഇടിയപ്പം വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കട്ടെ ഗൈസ്. അപ്പം ഇന്നലെ നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആ ടെൻഷനിലൊക്കെ ആയിരുന്നു. പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്നിപ്പോൾ രാവിലെ റുവാപ്പിനെ കൊണ്ട് ഡേ കെയറിലൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ വന്നിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വീണ് വന്നിക്കണം. ജീൻസ് ഒക്കെ കയറിയതാണ്ടോ രാവിലെ ഭാഗ്യത്തിന് റുവാപ്പിനോട് ആക്കിയിട്ടാണ് വണ്ടി റുവാപ്പ മോള് വീണെങ്കിൽ എൻ്റെ ഭാഗത്തല്ല ആ ചേട്ടൻ്റെ ഭാഗത്ത് ആ ചേട്ടന് ഇപ്പോൾ ചവിട്ടിട്ട് കിട്ടിയില്ല. അതാവുന്നുണ്ട് വണ്ടിയും ചെറുതായിട്ട് താറ്റുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഫോണിന്റെ ഡിസ്പ്ലേ പോയി, എല്ലാം പോയി. ഇപ്പൊ ഞാൻ അത് റെഡിയാക്കാൻ വേണ്ടി പോണം. അതിലാണ് എല്ലാം ഇരിക്കണം. അവിടെ ചെന്നിട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഞാനും പോകണ്ട പാർട്സ് കാണിച്ചു തരാം ഗൈസ്. നമ്മളിപ്പോ പള്ളിക്ക് വന്നിട്ടാണ് ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടി അയറാമു ഫോൺ ഇരിക്കണം. അപ്പത്തേക്ക് ഇറങ്ങി ഇവിടെയാണ് AC ഇല്ല, ചൂടൊക്കെ കഴിയാം. അതുകൊണ്ട് എടുക്കണം, മാറ്റണം. ഉണ്ടല്ലോ സേവ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ കൊടുക്കുന്ന പൈസ എങ്ങനെയാ വീടിന്റെ റെന്റ് അത് ഇതൊക്കെ പറയുന്നത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നപ്പോ പോണ്ടാകാം ഇത് ഇതായിരിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനിപ്പോ എന്താ നമ്മൾ കാണുന്നത് വീശിട്ടില്ല. ഇവിടുന്ന് ഡിസ്പ്ലേ മേടിക്കുന്ന താഴത്തുണ്ട്. അവിടെ 15 ഇഞ്ച് വർത്തിച്ചത് വേറെ എന്താ ഇപ്പൊ എന്റെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3000 രൂപ കുടിക്കുന്ന ഡിസ്പ്ലേ ഔട്ട് 5000 എന്തൊക്കെ കഷ്ടകാലം. നമ്മളോട് ഇറങ്ങട്ടെ. വണ്ടിയിലേക്ക് ഈ ഇടുന്ന് താഴത്തോട്ട് കളഞ്ഞു, കയ്യിൽ നിന്ന് വീണു. ഇപ്പൊ അടുക്കാൻ വേണ്ടി താഴത്തോട്ട് വന്നു. വാ, നമ്മളപ്പോ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്ത. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഇപ്പൊ നടന്ന് ഇങ്ങോട്ട് വന്നതാണ്. ആ പിടിയുടെ ബാഗിലിട്, ബാഗുണ്ട് എല്ലാരും പറയും സജുബാനൊരു കൊച്ചോ സെപ്പറേറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞത്. അങ്ങനെ ചോദിക്കണോട് അൺമാരിഡ് ഗൈ കണ്ടാലും പറയും. കണ്ടാലും പറയുന്നത് ഗൈസ് എന്നെ നോക്കി ഈ മുഖത്ത് നോക്കിയിട്ട് പറ. നിങ്ങൾ ഈ കൊച്ചിനെ പിടിച്ചേക്കുമ്പോ എനിക്ക് പറയുന്നു 30 വയസ്സുണ്ട്. ഓ തള്ള വണ്ടി എടുക്കട്ടെ. പെൻ്റേതല്ല ഗൈസ്, GCDയിലോട്ടാ വന്നത്. അടാപ്പൂ നല്ല വെയിലുണ്ട്. ഞാൻ വന്നില്ലാന്ന് പറഞ്ഞാണ്. ഗൈസ് അതുകൊണ്ടാണ് മാത്രം ഞാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. എൻ്റെ ഭാര്യ ഇനി എന്തെങ്കിലും ആവട്ടെ, എനിക്ക് പിന്നെ ഒരു സിറ്റുവേഷൻ വന്നെന്ന് പറയുമ്പോൾ തന്നെ സേവിങ്സിൽ നിന്നൊക്കെ അങ്ങനെ എടുത്തിട്ട് ചാടും. സ്നേഹം കൊണ്ടാണോ അതോ
ഫോണിൽ ഞാൻ പറഞ്ഞിരിക്കും, അതായിരിക്കും അവൾ അത് ഫോണില്ലെങ്കിൽ എൻ്റെ ഫോണായിരിക്കും ഫുൾ ടൈം കയ്യിൽ, അതുകൊണ്ട് മാത്രം. ചാർജ് കൊണ്ട് മാത്രമേ ഹീറ്റണോ? ഈ സമയം എറണാകുളത്തുനിന്ന് കണ്ട് നേരെ റുവാപ്പിനെ വിളിക്കാൻ വേണ്ടി വന്ന് ഉറങ്ങണേമാണ്. കുറച്ച് നേരത്തെയാണ് വന്നത്. നമ്മ 2:30 3 മണിക്കിന് അവിടെ നിന്ന് വരണ്ടേ. ബാക്കി പിള്ളേരൊക്കെ എണീക്കും പയ്യന്മാരാ. അപ്പൊ റുവ ബേബിനെ വിളിച്ചില്ല, കാരണം അവിടെ നല്ല ഉറപ്പ് പറഞ്ഞു. അപ്പൊ ഒരു 3:30 മണിയാകുമ്പോ വിളിക്കാന്ന് വിചാരിച്ചു. നമ്മ വീട്ടിലോട്ട് അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാല് വയറൊക്കെ ഫുള്ളാണ്. നമ്മ അവിടെ നിന്ന് ഷെയ്ക്കാ കുടിച്ച് അപ്പു അവിടെ മൊബൈലില് നന്നാക്കണം. അവിടെ ആയിച്ചിട്ട് ഞാൻ ഫീഡും കൂടെ ചെയ്യണ ഭയങ്കര ദാഹം. കടാ തലമുക്കി പോണൊക്കെ എനിക്ക് ദാഹമൊക്കെ ഉണ്ടാവും. കുടിച്ചൂടാ അവിടെ പോയിട്ടല്ലേ. അല്ലാണ്ട് ഞാൻ മൂത്രം പിടിച്ചു നോക്കുന്ന ആളല്ല. അവിടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഫീഡ് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. ഞാൻ പറഞ്ഞു ഇപ്പൊ കഴിച്ചോ? ഇല്ല, എനിക്ക് ദാഹിച്ചിട്ടാണ് അവിടെ നാസ്തിച്ചിട്ടാണ് ഓൾറെഡി പോയത്. അപ്പൊ റൂബിനെ കുറച്ചേരം കണ്ട് പോയി വിളിക്കണം. അപ്പൊ അതിനെ പൗച്ചൊക്കെ മേടിച്ച് രണ്ടുപേർക്ക് ഒരേ കളർ. ഞാൻ പറഞ്ഞു വേറെ വേറെ കളർ എടുക്കാം. അപ്പൊ ഒരേ കളർ ഞാൻ എടുത്ത മറ്റേ ഫ്ലൂറസെന്റ് ഗ്രീൻ ആണ്. അപ്പൊ അപ്പൂക്ക് ആ കളർ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. എന്റെ ഫോണിൽ കറക്റ്റ് മാച്ചായിരുന്നു. അപ്പൊ ഇനി ക്ലീനിങ് പരിപാടിയൊക്കെ നോക്കണം. രാവിലെ പോയതാണല്ലോ, ബേബിനെ ആക്കി കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ പോയതാണല്ലോ. കുറച്ച് വേറെ ഒന്നുമില്ല, കുറച്ച് പാത്രം കഴുകാനുണ്ട്. ആ ഡിച്ചും കൂടെ വരണം. അത്രേ ഉള്ളു പണികൾ. റുവാപ്പേരുമ്പോ റുവാപ്പിനെ കുളിപ്പിക്കണം, ഇറാപ്പിനെയും കുളിപ്പിക്കണം, എനിക്കും കുളിക്കണം. അത്രേ ഉള്ളു കാര്യങ്ങൾ. രാത്രിത്തേക്ക് കുറച്ച് ഫിഷ് ഉണ്ട്, അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. മൊബൈൽ ഡിസ്പ്ലേ പോയത് അതൊന്നും ഇല്ല, ടെൻഷൻ അടിക്കുന്നതൊക്കെ പറഞ്ഞു. മനസ്സിലായി. നമുക്ക് നമ്മുടെ ഒരു ദിവസം ചില മൊബൈല് കുട്ടിയായിരിക്കല്ലാണ്ട് ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാണ് മൊബൈൽ കുട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതാണ് നമ്മുടെ ചിലപ്പോ ഫോൾട്ട് ആയിരിക്കും. നമ്മ അതാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമുക്ക് അതിൽ വിശ്വാസമില്ല. അപ്പൊ ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ശരിക്കും ഇതുണ്ടാവില്ലേ അറിയില്ല. നമുക്ക് അനുഭവത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടാന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ആണ് ഇതിങ്ങനെ സാധനങ്ങൾ. ഫസ്റ്റ് ടൈം അല്ല, ഇങ്ങനെ കുറെ കഥകൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട് കുടുംബങ്ങളിലൊക്കെ ആയിട്ട്. നമുക്ക് അങ്ങനെ അറിയില്ലേ, നമുക്ക് അനുഭവത്തിൽ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വീടുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ കൊണ്ടുവന്ന് വെക്കാനും മാത്രം ഈ വീടറിയുന്ന ആരും ഇല്ല. ആലോചിക്കണത് ഈ വീടറിയണ കുറവാണ്, കുറച്ചു പേരെ ഉള്ളു. പിന്നെ അവർക്ക് വെളുപ്പാങ്കാലത്ത് തന്നെ വന്നിട്ട് ബസ്സും കയറി ആവശ്യമില്ല ആൾക്കാർക്ക്. പിന്നെ നമ്മ വിചാരിച്ചിങ്ങനെ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിട്ട് വെച്ചിരിക്കും. ഇവിടുത്തെ നേരത്തെ താമസിച്ചു. പക്ഷെ അതില് അറിയാവുന്നവരുണ്ടെങ്കിൽ കോഴിയില് കോഴിമുട്ട ചുട്ട കോഴി അങ്ങനത്തെ ഇതില് അതൊന്നുമില്ല. നമ്മളിതില് വിട്ട് ഫ്രീ മൈൻഡിലായി നമ്മ വഴുതലും ഒക്കെ ആയി വരുന്നുണ്ട്. ഇപ്പൊ എന്റെ മോളെ പോയി വിളിക്കാം. മോളെ പോയി വിളിച്ച് ഫോട്ടോ ഡിസ്പ്ലേ റെഡി ആയി. ഫോട്ടോ ഡിസ്പ്ലേ ലുലുവിൽ പോയ വീഡിയോ ഒക്കെ ഉണ്ടായി. അപ്പൊ അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്റെ ഫോണിലാണ് എല്ലാ വീഡിയോസും കിടക്കണം. പക്ഷെ എന്റെ ഫോണിൽ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എല്ലാം പോകും. നമ്മ ഞായറാഴ്ച ലുലു പോയ വീഡിയോകളൊക്കെ ഉണ്ടായി, അതൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല. നമ്മളെ വീട്ടിലുള്ള വീഡിയോസ് എല്ലാം പുറത്തു പോയി നമ്മ അന്ന് പുറത്തു പോയിട്ടുണ്ടായപ്പോ എല്ലാ ഫണ്ണാർന്ന ആ വീഡിയോസ് ഒക്കെ. പക്ഷെ ആ വീഡിയോ ഒക്കെ പോയി. ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യുമ്പോ എല്ലാം പോയി. അപ്പൂന്റെ ഫോണിലാർന്ന എല്ലാ വീഡിയോ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഐക്ലോഡ് ഐഡിയസ് എടുക്കാൻ പറ്റും തോന്നണേ ആ വീഡിയോ. പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നാളെ മറ്റന്നാളായിട്ട് നോക്കട്ടെ, കിട്ടിയാൽ അപ്ലോഡ് ചെയ്യാം ഗൈസ്. എല്ലാം ഉറപ്പില്ല. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. നമ്മ റുവാപ്പിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ട് ചിലപ്പോ കുറച്ചേരം കടന്ന് ഇറങ്ങും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ തന്നെ സ്റ്റേ ട്യൂൺ. ബൈ.